ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 12 വിശുദ്ധ പൊർക്കാരിയൂസും കൂട്ടരുടെയും തിരുനാൾ. പ്രാചീന ബെനഡിക്റ്റൻ സന്യാസ ആശ്രമങ്ങളിൽ പ്രസിദ്ധമായ ഒന്നായിരുന്നു ലെറിൻസ് ദ്വീപിലെ ആശ്രമം. അനേകം വിശുദ്ധരെ ദാനം ചെയ്തിട്ടുള്ള ഈ ആശ്രമം ഫ്രാൻസിലെ പ്രൊവിൻസു ഡിസ്ട്രിക്റ്റിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. പൊർക്കാരിയൂസ് അതിൻ്റെ അധിപനായിരുന്നപ്പോൾ പ്രസ്തുത ആശ്രമത്തിൽ 500 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ക്രിസ്തുമതത്തിൻ്റെ ബദ്ധശത്രുക്കളായ കുറേയേറെ മുഹമ്മദിയർ സ്പെയിനിലും കിഴക്കൻ യൂറോപ്പിലും ഉണ്ടായിരുന്നു. അവർ സാരസൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സാരസൻസിന്റെ ഒരാക്രമണം ഉണ്ടാകുമെന്ന് ലെറിൻസിലെ ആബട്ടായിരുന്ന പൊർക്കാരിയൂസ് എങ്ങനെയോ മനസ്സിലാക്കി. ഉടനെ അദ്ദേഹം ചെറുപ്പക്കാരായ സന്യാസികളെയെല്ലാം സുരക്ഷിത സങ്കേതങ്ങളിലേക്ക് അയച്ചു. പ്രതീക്ഷിച്ചതുപോലെ സാരസൻസ് ആശ്രമം ആക്രമിക്കുകയും പൊർക്കാരിയൂസ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന സകലരെയും നിർദ്ദയം വധിക്കുകയും ചെയ്തു. എത്ര പേരാണ് വധിക്കപ്പെട്ടതെന്ന് റോമൻ രക്തസാക്ഷി ചരിത്രരേഖകൾ പറയുന്നില്ല. ക്രിസ്തുവിന് വേണ്ടി രക്തം ചിന്തി മരിച്ച വിശുദ്ധ പൊർക്കാരിയൂസെ, ഞങ്ങളെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്ക് വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.